പെൺകുട്ടികളുള്ള മാതാപിതാക്കളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നതാണ് പത്തനംതിട്ട അടൂരിലെ +2 വിദ്യാർത്ഥിനിയുടെ മരണം. അണുബാധയെ തുടർന്ന് 17-കാരി മരിച്ചതോടെയാണ് അവൾ 5 മാസം ഗർഭിണിയായിരുന്നുവെന്ന് കുടുംബം പോലും അറിയുന്നത്. പിന്നീട് പെൺകുട്ടിയും സഹപാഠിയും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്ന വിവരവും പുറത്തുവന്നു. ഗർഭസ്ഥ ശിശുവിൻ്റെ പിതൃത്വം സംബന്ധിച്ച DNA പരിശോധനാ ഫലം ലഭിച്ചതോടെ കൗമാരക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്നുവെന്ന കുറ്റസമ്മത മൊഴിയെ തുടർന്നാണ് ആലപ്പുഴ നൂർനാട് സ്വദേശി പിടിയിലായത്. ഗർഭസ്ഥ ശിശുവിന്റെ പിതൃത്വം തെളിയിക്കാൻ +2 വിദ്യാർത്ഥിനിയുടെ സഹപാഠിയുടെ DNA പരിശോധന പോലീസ് നടത്തിയിരുന്നു. ഫലം വന്ന ശേഷമേ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുവെന്നാണ് കരുതിയത്. എന്നാൽ പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്നു എന്ന സഹപാഠിയുടെ കുറ്റസമ്മതമൊഴി പോലീസിന് ലഭിച്ചു. ഇതോടെയാണ് ഉടൻ അറസ്റ്റിലേക്ക് നീങ്ങിയത്. നൂറനാട് സ്വദേശിയായ സഹപാഠിക്ക് 18 വയസ്സും 6 മാസവും പ്രായമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഈ മാസം 22-നാണ് പനിയെ തുടർന്നുള്ള അണുബാധയ്ക്ക് പെൺകുട്ടി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. 25-ാം തീയതി പുലർച്ചെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. ഡോക്ടർമാർക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ 5 മാസം ഗർഭിണിയാണെന്ന് കണ്ടെത്തി. ഇതോടെയാണ് പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. ഗർഭസ്ഥ ശിശുവിനെ ഒഴിവാക്കാൻ 17-കാരി അമിത അളവിൽ മരുന്ന് കഴിച്ചെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു. പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. പെൺകുട്ടിയുടെ ബാഗിൽ നിന്ന് കിട്ടിയ കത്ത് അടിസ്ഥാനമാക്കിയാണ് പോലീസ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. സഹപാഠിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും കേസിലെ മറ്റ് സംശയങ്ങൾ നീക്കാൻ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 പത്തനംതിട്ട.